ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഗുരുവായൂരിലാണ് കേട്ടോ. ഒന്ന് നമ്മുടെ കുറേ നാളായിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ഏർലി മോർണിംഗ് നമ്മൾ റെനി ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. നമ്മൾ ഗുരുവായൂർ ടെമ്പിളിൻ്റെ ഒരു നിയർ ബൈ ആണ്, ഒരു 100 മീറ്റർ അതിൻ്റെ ഉള്ളിൽ വരുന്നൊരു ഹോട്ടലാണ്. ഇവിടെയൊക്കെ നമ്മൾ റൂം ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് നടന്ന് പോയിട്ട് ഗുരുവായൂർ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനുള്ള സുഖമാണ് കേട്ടോ, അത്രയും സുഖമാണ്. അപ്പോൾ നിങ്ങൾ ഗുരുവായൂർ അടുത്ത് നല്ലൊരു ഹോട്ടൽ നോക്കുന്നുണ്ടെങ്കിൽ റെനി ശ്രീകൃഷ്ണ നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്നിവിടെ വർക്ക് നമ്മളെ ഗ്ലാമി ഗംഗയുടെ വെഡ്ഡിങ് ആണല്ലോ. അപ്പോൾ വെഡ്ഡിങ്ങിന് ശരണ്യയുടെ മേക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇത് നമ്മുടെ അശ്വതി ചേച്ചിയുടെ റൂമാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ശരണ്യയുടെ റൂം ഉണ്ടായത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ലോട്ടസ് ഹെയർ സ്റ്റൈലിംഗ് ആണ്. ആക്ച്വലി ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേദിവസം നമുക്ക് ലോട്ടസ് തന്നെയായിരുന്നു. ഇന്നും താമര, എനിക്ക് ഇന്നലെയും താമരയായിരുന്നു. ഇന്നലെയും താമര, ഇന്നലെ അവരെ കൊണ്ടുവരാൻ. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി ലെൻസ് വെക്കാൻ കേട്ടോ. അപ്പോൾ ലെൻസ് ശരണ്യ തന്നെ വയ്ക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ വയ്ക്കാൻ നിന്നില്ല. അപ്പോൾ ആൾ തന്നെ വെച്ചായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ആളുടെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഒരുപാട് ഹറിബറി ആയിരുന്നു. ഹറിബറി അല്ല, അങ്ങനെ കുറച്ച് എന്താ പറയുക, അവരുടെ ഷൂട്ടും നമ്മുടെ മേക്കപ്പും നമ്മുടെ ഷൂട്ടും എല്ലാം കൂടിയൊക്കെ ആയിരുന്നേ അന്ന്. ഇന്നത്തെ വീഡിയോയിൽ വോയിസ് റെക്കോർഡിങ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി നിങ്ങൾ അന്നത്തെ വിശ്വാസം ഡയറക്റ്റ് കേൾക്കാൻ പറ്റും. അപ്പോൾ ഒരു ടെമ്പിളിലേക്കാണ് ആക്ച്വലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റും ഒരു താമര ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലൊക്കെ ആയിരുന്നേ. ഇത് ഭയങ്കര ഹെക്റ്റിക്കാനുള്ള പരിപാടിയാണ്. 8 മണിക്ക് ഞാൻ ഡ്രസ് ചെയ്യണമായിരുന്നെങ്കിൽ ഞാൻ 7:45 എഴുന്നേറ്റാ. നിങ്ങളിപ്പോ വണ്ടർ ചെയ്യാണ്ടാവും എന്താണ് ഐലൈനർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്യണേ ചെയ്ത് പോയാൽ മതി, ഇങ്ങനെ ലൈൻ വേണ്ട എന്നുള്ളത്. അപ്പൊ അതേ സ്മഡ്ജ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടാമത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിനുള്ളിൽ നമ്മളുടെ യൂട്യൂബേഴ്സ് 1-2 പേരൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ നാളായി. നിങ്ങൾ ചിലപ്പോൾ വീഡിയോ ഒക്കെ ശരണ്യയുടെ വീഡിയോയിലായാലും കാർത്തിക് സൂര്യയുടെ വീഡിയോയിലായാലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. വിട്ടെന്നുള്ളത് ഞാൻ ഒരു 4-5 ഇപ്പൊ കുറെ നാളായി. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വണ്ടിയിൽ നിന്ന് വീണതാട്ടോ. സ്റ്റിച്ച് ഉണ്ടായിരുന്നു എനിക്ക് 5 സ്റ്റിച്ച് നെറ്റീമ, ഇവിടെ 2 എണ്ണം. അപ്പോൾ അതാണ് ആ സ്റ്റിച്ചിൻ്റെ ആണ് ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കണം അവിടെ മാർക്ക്. നമ്മളിന്ന് ശരണ്യക്ക് കൊടുത്തിട്ടുണ്ടായത് നമുക്ക് ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ് ലുക്കായിരുന്നു കേട്ടോ ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം സ്വെറ്റ് ചെയ്താലും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ. ശരണ്യയുടെ കണ്ണ് അടിപൊളി കണ്ണായ കാരണം, അതായത് ഭയങ്കര അത്യാവശ്യം വലിയ കണ്ണാണ്. അപ്പോൾ നമുക്ക് ഐ ലുക്ക് ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ്, നല്ല രീതിയിൽ ഭംഗിയിൽ ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഓവർ ലാഷ് മസ്കാര അടിപൊളിയാണ് കേട്ടോ, നിങ്ങൾ ബെസ്റ്റായിട്ട് വാങ്ങിച്ചു വെച്ചോളൂ. പ്രൊഡക്റ്റ് കാണുന്നത് ഇത് ലോവർ ലാഷിന്റെ മസ്കാരയാണ്. ഇതിൽ നമുക്ക് മേടിക്കണം. പാക്കിന്റെ ആട്ടോ, ഞാൻ നോക്കട്ടെ. ആണല്ലേ അത് കൊച്ചിനോദിക്കണം. എൻ്റെ ഇടയിൽ നമ്മൾ അശ്വതി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, കാർത്തിക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഒരുക്കി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിക്കാണ്, മോളെ ഒരുക്കി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലുക്ക് നമുക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റേ. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇന്നത്തെ ഇവൻറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ലാസ്റ്റ് കാണിക്കാവേ. ചേരാട്ടോ, ഇത് സാരി പോലെ തന്നെ കിടക്കുകയും ചെയ്യും, എന്നാൽ തന്നെ സ്കേർട്ടും ആണ്. ഇനിയിപ്പോ ദുപ്പട്ടയും കൂടി വരുമ്പോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണല്ലോ, നല്ലൊരു രസമുണ്ടായിരുന്നു. നേരിട്ട് കാണാൻ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല. എങ്ങനെയുണ്ട് ഫൈനൽ ഔട്ട് മേക്കപ്പ് എന്ന് പറയണേ. സുന്ദരി ആണോ? താങ്ക് യു. താമരപുളി
ഗംഗയുടെ ഔട്ട്ഫിറ്റ് എല്ലാവരും വിചാരിച്ചത് ഒരു ഡാർക്ക് കളർ, ഒരു മജന്ത റെഡ് അങ്ങനെ ഒരു ഇതിൽ പോകുന്നത് വിചാരിച്ചത്. പക്ഷേ ആളെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു പീസ്റ്റൽ ഷെയ്ഡിലോട്ട് തന്നെയാണ് അവർ വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. എന്റെ ഭാര്യ ബാക്ക് ഓടി ഉള്ള കാണിക്കൊടുത്തതാണ്. അപ്പൊ ഞാൻ ചോദിക്കാം, അങ്ങനെ അവിടുത്തെ മേക്കപ്പും വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു വിട്ടു. ഇവിടെ നല്ല അമ്പലക്കുളം താമരക്കുളമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പാർക്കിംഗ് സെക്ഷനിലായിരുന്നേ. നമ്മൾ വരുമ്പോൾ പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തിരിച്ചെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ പൂവൊക്കെ വിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിൽ തിരിക്കുകയാണ് നേരെ പാലക്കലിലോട്ട്. അപ്പോൾ റെനെ ശ്രീകൃഷ്ണ അടിപൊളിയായിട്ടുള്ളൊരു ഹോട്ടലാണ് നിയർ ബൈ ഗുരുവായൂർ ടെമ്പിൾ. നിങ്ങൾ അടുത്തൊരു നല്ലൊരു ഹോട്ടൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ലക്സറി ആയിട്ടുള്ളൊരു ഹോട്ടൽ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്തോട്ടാ. നല്ല സുഖമാണ്. നേരെ നടന്ന അമ്പലം.